ദേവീ മാഹാത്മ്യത്തിൽ സുംബാസുരനെയും നിസുംബാസുരനെയും നിഗ്രഹിക്കാനായി ചണ്ഡികാദേവി അവതരിച്ചപ്പോൾ രക്തബീജൻ എന്ന അസുരൻ തൻ്റെ അക്ഷൗഹിണിപ്പടയുമായി യുദ്ധത്തിനൊരുങ്ങി. ഇതു കണ്ട ചണ്ഡികാ പരമേശ്വരി ഒരു ശംഖനാദം പുറപ്പെടുവിച്ചു. അപ്പോൾ ഭഗവതിയിൽ നിന്ന് അവതരിച്ച 7 ദേവിമാരിൽ ഒരാളാണ് വരാഹി. ഭഗവതി തൻ്റെ ജട നിലത്തടിച്ചപ്പോൾ സപ്തമാതാക്കൾ ഉണ്ടായി എന്നും കഥയുണ്ട്. ദാരികവധത്തിനു വേണ്ടി ദേവന്മാരുടെ ശരീരത്തിൽ നിന്നും ആദ്യം 6 ശക്തികളുണ്ടായി. അതിൽ ഒന്നാണ് പന്നിമുഖിയായ വാരാഹി എന്ന് മറ്റൊരു കഥയുമുണ്ട്. തുളു ഭാഷയിൽ പഞ്ചി എന്നാൽ പന്നി എന്നാണ്. പഞ്ചി ഒരു കാളയാണ് പഞ്ചുരുളിയായി മാറിയതത്രേ. വേറൊന്ന്, പഞ്ചവീരന്മാരെ വധിച്ച ശേഷം ഭൂമിയിൽ ഐശ്വര്യം വിതയ്ക്കാൻ അവതരിച്ച കാളി പന്നിയുടെ രൂപമെടുത്തതാണ് വരാഹി എന്നും കഥയുണ്ട്. പന്നിയുടെ രൂപത്തിലുള്ള ഒരു തെയ്യമാണ് പഞ്ചുരുളി തെയ്യം അഥവാ വാരാഹി തെയ്യം. രൗദ്രഭാവവും ശാന്തതയും ഒരുപോലെ പ്രകടിപ്പിക്കുന്ന ഒരു മൂർത്തിയാണിത്. ശാന്തരൂപത്തിലാണ് തുടങ്ങുന്നത്. പിന്നീട് രൗദ്രഭാവം കൈകൊണ്ട് നൃത്തം ചെയ്യും. നൃത്തത്തിൻ്റെ പാരമ്യത്തിൽ ഭക്തരുടെ നേരെ ഓടിയടക്കും. ബാല്യക്കാർ തടസ്സം നിൽക്കുമ്പോൾ അലറി ബഹളം വയ്ക്കുകയും മുടികൊണ്ട് അടിക്കുകയും ചെയ്യും. പിന്നീട് ശാന്തമായിരുന്ന ഭക്തർക്ക് അനുഗ്രഹം കൊടുക്കും.